പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, ജീവിതം കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവകരുണ നമുക്ക് അർഹമായ ഒരു കാര്യമാണ്. ഈ കരുണ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് ദൈവം കൊടുത്ത വില വളരെ വലുതാണ്. പിതാവ് തൻ്റെ ഏകജാതനെ നൽകി, ഏകജാതനായ യേശു തൻ്റെ ജീവൻ നൽകി. അങ്ങനെയാണ് ഈ കരുണ നാം എല്ലാവരിലേക്കും ദൈവം എത്തിച്ചിരിക്കുന്നത്. ദൈവകരുണയുടെ മുഖമായ യേശു ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം അവിടുത്തെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, ദൈവകരുണ ആവശ്യമായിട്ടുള്ള ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുണ്ട്. നമ്മേക്കാൾ വേദനിക്കുന്നവർ, രോഗാവസ്ഥയിൽ കഴിയുന്നവർ, കുടുംബ പ്രശ്നങ്ങളിൽ കഴിയുന്നവർ, അവരെല്ലാം ഈശോയുടെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവ് ഏറ്റെടുത്ത് നമ്മുടെ മേൽ കരുണ വർഷിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്പസമയം സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. സംസ്ഥാനങ്ങളിലിരുന്ന് അല്പസമയം ദൈവകരുണയെക്കുറിച്ച് വചന വെളിച്ചത്തിൽ നമുക്ക് ധ്യാനിക്കാം. നമുക്കിന്നെടുക്കാവുന്ന ഒരു വചനഭാഗം സങ്കീർത്തനം 23-ന്റെ 6-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന എന്താണെന്ന് കാണാം. സങ്കീർത്തനം 23-ന്റെ 6-ാമത്തെ വചനം. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ കരുണയും ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെന്ന്. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കരുണ ലഭിക്കാൻ ഏറ്റവും നല്ലത് ദൈവത്തിൽ വസിക്കുക. ദൈവത്തിൽ വസിക്കുന്നവർക്ക് കരുണ ലഭിക്കും. അതുപോലെ തന്നെ ദൈവകരുണ പ്രാപിച്ചവരിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ഒരാഗ്രഹം ദൈവത്തിൽ വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കരുണ കിട്ടിയാൽ ദൈവത്തിൽ വസിക്കാൻ എളുപ്പമാകും. ദൈവത്തിൽ വസിക്കാൻ താല്പര്യം കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കാൻ എളുപ്പമാകും. ഇവ പരസ്പര പൂരകങ്ങളായ കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൽ വസിക്കാനുള്ള വഴികൾ ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ സാധാരണ വീട് വെക്കാനായിട്ട് അതിന് നല്ല പില്ലർ, തൂണ് ഉയർത്താറുണ്ട്. ആ തൂണിന്മേൽ നിൽക്കുന്ന ഭവനം, കെട്ടിടം അത് ബലവത്തായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു 4 തൂണുകൾ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുമ്പോഴാണ് ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. ഈ 4 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവർക്ക് ദൈവത്തിൽ വസിക്കാൻ സാധിക്കും. അവർക്ക് ദൈവകരുണയ്ക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്.
ഒന്നാമത്തെ തൂണാണ് സ്നേഹം. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും സഹോദരങ്ങളെ സ്നേഹിക്കാനും സാധിക്കുന്നെങ്കിൽ ദൈവ കരുണയ്ക്ക് ഒരു കുറവും നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. ദൈവവചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൽ വസിക്കാൻ ഏറ്റവും നല്ലത് സ്നേഹത്തിൽ വളരുക. സ്നേഹിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നിയമമാക്കി മാറ്റുക. അങ്ങനെയുള്ളവർ ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് മാറും. യോഹന്നാൻ 15:7 നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കൂടാതെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അനുഗ്രഹപ്രദമായ ഫലപ്രദമായ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നാം ദൈവത്തിൽ വസിക്കണം, ദൈവം നമ്മിൽ വസിക്കണം. അങ്ങനെ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്കൊന്നും അസാധ്യമാകില്ല. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്, നാം ദൈവത്തോട് കൂടെയാണ്. ദൈവം കൂടെ വരുമ്പോൾ ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. 1 യോഹന്നാൻ 4:16 ഈ യാഥാർത്ഥ്യം അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൽ വസിക്കാൻ ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 യോഹന്നാൻ 4:16 സ്നേഹത്തിൽ വസിക്കുന്നവർ ദൈവത്തിലും ദൈവം അവരിലും വസിക്കുന്നു. ദൈവത്തിൽ നമ്മൾ വസിക്കാൻ, ദൈവം നമ്മളിൽ വസിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് സ്നേഹം. പറയുന്നുണ്ട്, ഈ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തിൽ വസിക്കണം. അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കും. അങ്ങനെയുള്ളവർക്ക് ദൈവ കരുണയുടെ സമൃദ്ധി ഉണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. യാക്കോബ് 4:8 നമുക്ക് തരുന്ന ഒരു നിർദ്ദേശം കാണാൻ സാധിക്കും. 2 കാര്യങ്ങളിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. ഒന്നാമത്തെ കാര്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നാം ശ്രദ്ധയുള്ളവരാകണം. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നവരും അതിനുള്ള പരിശ്രമം നടത്തുന്നവരുടെ കൂടെ ദൈവം ഉണ്ടാവും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഇതാണ് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുക. രണ്ടാമതൊരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്, സാത്താനെ ചെറുത്ത് നിൽക്കണം. നമുക്ക് പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിന് കീഴ്പ്പെടുന്നതാണ് ഏറ്റവും എളുപ്പം. പക്ഷേ ജീവിതത്തിൽ വിജയം ഉണ്ടാകത്തില്ല. ജീവിത വിജയം വരിക്കാൻ സാധിക്കണമെങ്കിൽ സാത്താനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം. പ്രലോഭനങ്ങളെ നമ്മൾ മറികടക്കണം, അതിജീവിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വിജയം വരിക്കാൻ അവർക്ക് സാധിക്കും. ആ വിജയം നിലനിൽക്കും എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം തൻ്റെ കൂടെ വസിക്കാൻ മറ്റുള്ളവരെ, തന്നെ തേടിപ്പോയവരെയൊക്കെ ക്ഷണിക്കുന്ന ഒരു രംഗം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അതാണ് യോഹന്നാൻ 1:39 മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുക. ആദ്യ ശിഷ്യന്മാർ യേശുവിനെ അന്വേഷിച്ച് പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നവർ അവനെ വിട്ട് യേശുവിൻ്റെ ശിഷ്യരാകാൻ പോകുന്നത് കാണാൻ പറ്റും. അവർ വന്ന് ചോദിക്കുന്നുണ്ട്, ഗുരു, അങ്ങ് എവിടെ വസിക്കുന്നു? എവിടെയാ താമസം? എവിടെയാ ജീവിക്കുന്നത്? വീട് എവിടെയാ? ഏത് നാട്ടുകാരനാ? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അതുപോലെ ഒരു ചോദ്യം. അതിന് മറുപടിയായിട്ട് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, വന്ന് കാണുക, വന്ന് കാണുക. തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അവർ പോയി അവൻ വസിക്കുന്നിടം കണ്ടു, അവൻ്റെ ഭവനം കണ്ടു, ആ ഭവനത്തിൽ അവനോട് കൂടെ വസിച്ചു. കർത്താവ് ഈ ഒരു ഇൻവിറ്റേഷൻ, ഈ ക്ഷണം നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. തൻ്റെ കൂടെ വസിക്കാൻ, ദേവാലയത്തിൽ വസിക്കാൻ, അതുപോലെ തന്നെ സ്നേഹത്തിൽ വസിക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 24 വരുമ്പോൾ ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അവസാനം ശിഷ്യന്മാർ ചെയ്ത
ഒരു കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ ക്ഷണിച്ചു, ഞങ്ങളുടെ കൂടെ വന്ന് വസിക്കുക, ഇവിടെ താമസിക്കുക, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നിനക്ക് യാത്ര തുടരാം. ഈ രണ്ട് കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിരന്തരം നിറവേറിക്കൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. കർത്താവിനെ നമ്മൾ ക്ഷണിക്കണം. കർത്താവ് നമുക്ക് തരുന്ന ക്ഷണം തിരിച്ചറിഞ്ഞ് അതിന് പ്രത്യുത്തരം നൽകാൻ നമുക്ക് സാധിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവകരുണയുടെ സമൃദ്ധി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, ദൈവത്തിൽ വസിക്കാൻ നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനം. നമുക്കറിയാം, യോഹന്നാൻ 1:1 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വചനം ദൈവം തന്നെയാണ്. പറയുന്നുണ്ട്, വചനത്തിൽ വസിക്കുന്നവര് ദൈവത്തിൽ വസിക്കുന്നവരാണ്, വചനം സ്വീകരിക്കുന്നവര് ദൈവത്തെ സ്വീകരിക്കുന്നവരാണ്. അതാണ് വിശുദ്ധ ജെറോം അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇഗ്നറൻസ് ഓഫ് ബൈബിൾ ഈസ് ഇഗ്നറൻസ് ഓഫ് ഗാഡ്. വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അജ്ഞത നാശം വിതയ്ക്കുന്ന കാര്യമാണ്. അറിവാണ് നമുക്ക് അനുഗ്രഹമായി മാറുക, അറിവാണ് നമ്മെ സ്വർഗത്തിലേക്ക് പോലും നയിക്കുക. യോഹന്നാന്റെ സുവിശേഷം 17:3 നമുക്ക് സുപരിചിതമായിരിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ അറിവ് വേണമെന്ന്. ദൈവത്തെ അറിഞ്ഞവർക്കാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുക. ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയണം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. സുഭാഷിതങ്ങൾ 9:10 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം പറയുന്നുണ്ട്, ഈ ഒരു അറിവ് സമ്പാദിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് രക്ഷ, അവിടെയാണ് നിത്യജീവൻ എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൽ വസിക്കാൻ നമ്മെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. ലൂക്ക 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ അന്നാ പ്രവാചിക ചെയ്തൊരു കാര്യം, വർഷങ്ങളോളം പ്രാർത്ഥനയിൽ ദേവാലയത്തിൽ അവളുടെ ജീവിതം ചിലവഴിക്കുന്നതിനെ കുറിച്ച് കാണാൻ പറ്റും. ദൈവം അവളുടെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം തന്നെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അത് അവസാനം അവളെ വലിയ ആനന്ദത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബാലനായ യേശുവിനെ കാണാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് അന്ന പ്രവാചിക. അവരുടെ പ്രാർത്ഥന ദൈവത്തിൽ വസിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നവർ ദൈവത്തെ ഇഷ്ടപ്പെടുന്നു. പ്രാർത്ഥന അത് പതിവാക്കി മാറ്റിയവര് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. നമുക്ക് മാർപ്പാപ്പയായിട്ട് നമ്മുടെ സഭയെ നയിച്ചുകൊണ്ടിരുന്ന ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്, സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാത്തവര്, പ്രാർത്ഥന ഒരു പതിവാക്കിയിട്ടില്ലാത്തവര് ദൈവത്തെ സ്നേഹിക്കാത്തവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നത് പതിവാക്കി മാറ്റും. നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ മാത്രമല്ല, നമുക്ക് ഒരു തോന്നൽ വന്നാൽ മാത്രമല്ല, പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പതിവായിട്ട് മാറണം. അങ്ങനെയുള്ളവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ. അവരുടെ മേലാണ് ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുന്നത്. നാലാമത്തെ കാര്യമാണ് വിശുദ്ധ ബലിയർപ്പണം. നമുക്ക് വേണമെങ്കിൽ അനുദിനം ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് ദൈവത്തിൽ വസിക്കാൻ പറ്റും. വിശുദ്ധ ബലിയിലൂടെ നമുക്ക് കിട്ടുന്ന പരിപോഷണം നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മൾ കാണുന്നുണ്ട് 1 രാജാക്കന്മാർ 19-ാം അധ്യായം വായിക്കുമ്പോൾ ഏലിയ പ്രവാചകന് ദൈവം തന്നെ ഭക്ഷണം കൊടുക്കുന്നത്, നീ ഇത് ഭക്ഷിക്കണം, നീ വെള്ളം കുടിക്കണം, ഇത് നിനക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമായിരിക്കും. ഇവിടെ ക്രിസ്തീയ ജീവിത യാത്ര എളുപ്പമാക്കുന്നതിനാണ് ബലിയർപ്പണം. ബലിയിൽ പങ്കെടുത്താൽ മാത്രം പോരാ, ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കണം. ഈ 4 കാര്യങ്ങൾ ഒരു 4 തൂണുകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ പണിതുയർത്തുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് നമ്മൾ മാറും. അങ്ങനെയുള്ളവർക്ക് ദൈവകരുണയുടെ സമൃദ്ധി ദൈവം നൽകിയിരിക്കും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ഇതാണ് നിമിഷങ്ങൾ നിശബ്ദതയിൽ
നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരുടെ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. അവിടുത്തെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ കാരുണ്യം ലോകം മുഴുവൻ്റെ മേലും വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.